Access Assessment and Continuity of Care AAC NABHൻ്റെ ഒരു ഏറ്റവും വിശദമായി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ രജിസ്ട്രേഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ 9th സ്റ്റാൻഡേർഡിലെ AAC 9F സേഫ്റ്റി റേഡിയേഷൻ സേഫ്റ്റി പ്രോഗ്രാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകണമെന്നാണ് പറയുക. AAC 9F നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു റേഡിയേഷൻ സേഫ്റ്റി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട പ്രോഗ്രാം ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമേജിംഗ് സർവീസസ് ചെയ്യുമ്പോൾ പല ഇൻവെസ്റ്റിഗേഷൻസ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധയോടെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് റേഡിയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ഏരിയകളിലാണ്. റേഡിയോ ഇൻവെസ്റ്റിഗേഷൻസ് റേഡിയേഷൻ ഉള്ളതാണ്. ന്യൂക്ലിയർ റേഡിയേഷൻ ഓൺകോളജിയിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിനിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമുക്ക് ഈ റേഡിയേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ എന്നതാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ട ഒരു പാറ്റേൺ. ഒരു ട്യൂമറിന് ഹൈ ഡോസ് റേഡിയോ ഇമേജ് ആണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഇൽനെസ്സിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ വളരെ ലോ ഡോസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കൃത്യം മാനദണ്ഡം ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്കുണ്ടാവണം. നമ്മുടെ ടെക്നീഷ്യൻസിന് അതൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് അവിടെ ഉണ്ടാവണം. അതേ കണക്ക് തന്നെ ഇമേജ് ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഡോസേജ് കൂട്ടേണ്ട ആവശ്യമില്ല. കൃത്യമായ ചാർട്ട് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ഓരോ ഇൻവെസ്റ്റിഗേഷനും ഏത് ഡോസ് ഓഫ് റേഡിയേഷൻ നല്ല ക്വാളിറ്റി ഓഫ് ഇമേജ് പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതിന് അതിന് നമുക്ക് AERB ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുക. നമുക്ക് ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് ചെസ്റ്റ് ഇൻഫെക്ഷനോട് എക്സ്റേ എടുത്തപ്പോൾ അത് വ്യക്തമായി നമുക്ക് വിസിബിളായി. ഇനി മെഡിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഡെയിലി എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞത് നല്ല കാര്യമല്ല. കാരണം ആ അസുഖം മാറുന്നതിൻ്റെ കൂടെ അടുത്ത പ്രോബ്ലം സ്റ്റാർട്ടാവും. എസ്പെഷ്യലി പീഡിയാട്രിക് കേസുകളിലും നിയോനാറ്റോളജി കേസുകളിലും ഏറ്റവും അവസാനത്തെ ശ്രമമായിരിക്കണം ഒരു റേഡിയോ ഇമേജിംഗ് എന്ന് പറഞ്ഞത്. സോ ഇത്തരത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു റേഡിയേഷൻ സേഫ്റ്റി പ്രോഗ്രാം ഉണ്ടായിരിക്കണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. റേഡിയേഷൻ സേഫ്റ്റി പ്രോഗ്രാം ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. അതാണ് നമ്മുടെ AAC 9F.